ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. വിശുദ്ധ ബൈബിളിലെ ന്യായാധിപന്മാരുടെ പുസ്തകം 1 മുതൽ 10 വരെയുള്ള അധ്യായമാണ് കഴിഞ്ഞ വീഡിയോ വരെ നാം കണ്ടത്. ഒത്തിരി പേർക്ക് അത് പ്രയോജനമായെന്ന് എനിക്ക് മനസ്സിലായി. സപ്പോർട്ടിന് നന്ദി. ഇന്ന് നമ്മൾ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ന്യൂ വേർഡ്സും ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ തുടർന്ന് നമ്മൾ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിലെ കുറച്ച് അധ്യായവുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ന്യൂ വേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട സയൻസ് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് വേർഡ് ന്യൂട്രീഷൻ. The process of providing or obtaining the food necessary for health and growth. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ പോഷകാഹാരം, അതായത് ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ ഭക്ഷണം നൽകുന്നതോ നേടുന്നതോ ആയ പ്രക്രിയ. സെക്കൻഡ് വേർഡ് സ്റ്റിമുലസ്. സംതിങ് ദാറ്റ് പ്രൊഡ്യൂസസ് എ റിയാക്ഷൻ ഇൻ എ ഹ്യൂമൻ ബീയിങ്, ആനിമൽസ് ഓർ പ്ലാന്റ്സ്. മനുഷ്യനിൽ, മൃഗത്തിൽ അല്ലെങ്കിൽ ചെടിയിൽ ഒരു പ്രതികരണം ഉണ്ടാകുന്നു, അതാണ് പ്രതികരണം. സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ഉത്തേജനം എന്നാണ് മലയാളത്തിൽ അർത്ഥം. എക്സാമ്പിൾ നമുക്കറിയാം, പ്ലാന്റ്സിൽ എക്സാമ്പിൾ ടച്ച് മീ നോട്ട് പ്ലാന്റ്, അതായത് തൊട്ടാവാടി. മറ്റേ സ്റ്റിമുലസ് എന്ന് നമ്മൾ അറിയാതെ ഇപ്പോൾ ഒരു ചൂടിൽ കൈ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ അറിയാതെ തന്നെ നമ്മൾ കൈ പുറകിലോട്ട് വലിക്കുക, അല്ലേ? അങ്ങനത്തെയാണ്, അതൊക്കെയാണ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. തേർഡ് വൺ മോയ്സ്ചർ. വെരി സ്മോൾ ഡ്രോപ്സ് ഓഫ് വാട്ടർ ദാറ്റ് ആർ പ്രസന്റ് ഇൻ ദ എയർ ഓൺ എ സർഫസ് ഓർ ഇൻ എ സബ്സ്റ്റൻസ്. അതായത് ഈ മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ ഈർപ്പം, അതാണ് അതിൻ്റെ അർത്ഥം, മലയാളത്തിലെ അർത്ഥം. വായുവിലോ ഉപരിതലത്തിലോ പദാർത്ഥത്തിലോ ഒക്കെ ഉള്ള ചെറിയ വെള്ളത്തുള്ളികൾ. ഇപ്പോൾ എക്സാമ്പിൾ, രാവിലെ നമ്മൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ മുറ്റത്തും ഇലയിലും ഒക്കെ കാണുന്ന ചെറിയ വെള്ളത്തുള്ളികൾ, അല്ലേ? ചെറിയ ചെറിയ ഡ്രോപ്സ്, അതാണ് എക്സാമ്പിൾ. അടുത്ത ഫോർത്ത് വൺ ബെറോസ്. BURROW, ബെറോസ്. To make a hole or a tunnel in a ground by digging. ബെറോസ് എന്ന് പറഞ്ഞാൽ മാളങ്ങൾ എന്നാണ് അർത്ഥം. ഇപ്പോൾ എക്സാമ്പിൾ, റാബിറ്റ് പോലുള്ള മൃഗങ്ങൾ കുഴി കുത്തി തന്നെത്താനെ ദ്വാരം, അല്ലേ, പതിയെ തോരങ്കം ഉണ്ടാക്കിയിട്ട് അത് താമസിക്കും. അപ്പോൾ വലിയ വലിയ മാളങ്ങൾ. അപ്പോൾ അതാണ് ഈ ബെറോസിന് എക്സാമ്പിൾ. നമ്മളറിയാം, എലി, പെരിച്ചാഴി, അതൊക്കെ എന്തു ചെയ്യും? ഇങ്ങനെ നിലം കുഴിച്ച് അതിനകത്ത് താമസിക്കും, അല്ലേ? അതിൽ പാമ്പ് പോലുള്ള ജീവികൾ അതിനകത്ത് പോയി താമസിക്കും. ദാറ്റ് ഈസ് ബെറോസ്. ഫിഫ്ത്ത് വൺ പ്രിഡക്റ്റർ. ആൻ അനിമൽ ദാറ്റ് കിൽസ് ആൻഡ് ഈറ്റ് അതർ അനിമൽ. മറ്റു മൃഗങ്ങളെ കൊന്നു തിന്നുന്ന മൃഗങ്ങൾ. ഇപ്പോൾ എക്സാമ്പിൾ എന്താണ്? നമ്മുടെ ടൈഗർ ഇരയെ ഓടിച്ചല്ലേ, പ്രയെ ഓടിച്ച് പിടിച്ച് തിന്നുന്നു. അപ്പം അങ്ങനെ തിന്നുന്ന മൃഗങ്ങൾ. ലയണ്, ടൈഗർ, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. സിക്സ്ത് വേർഡ് എക്സ്പ്ലോഡ്, ബേസ്റ്റ്. അതായത് എക്സ്പ്ലോഡ് എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുക എന്നാണ് അർത്ഥം. അതായത് സം പ്ലാന്റ്സ് ഹാവ് പോട്സ് ദാറ്റ് എക്സ്പ്ലോഡ് വെൻ റൈപ്പ് ആൻഡ് ഷൂട്ട് ഔട്ട് ദ സീഡ്സ്. പാകമാകുമ്പോൾ അതിൻ്റെ പോട് പൊട്ടി വിത്തുകൾ തെറിച്ചു പോകും. അതിന് എക്സാമ്പിൾസ് ആണ് ലേഡീസ് ഫിംഗർ, ബോൾസം, ഇവയെല്ലാം. ടെൻഡൻസ്. A strong band of tissue in the body that joins a muscle to a fiber. അതായത് ശരീരത്തിലെ ടിഷ്യൂവിൻ്റെ ശക്തമായ ബാൻഡ് ഒരു പേശിയെ ഒരു നാരുമായിട്ട് ബന്ധിപ്പിക്കുന്നു, അതാണ് ടെൻഡോൺസ് എന്ന് പറഞ്ഞാൽ. അതായത് ടെൻഡൻസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ടെൻഡോൺസ് എന്ന് തന്നെയാണ് പറയുന്നത്. എയ്ത്ത് വേർഡ് മെറ്റബോളിസം. The chemical process in living things that change food into energy for growth. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ പരിണാമം എന്നാണ് എൻ്റെ മലയാളത്തിലെ അർത്ഥം. ഭക്ഷണത്തെ ഊർജമാക്കി മാറ്റുന്ന ജീവജാലങ്ങളിലെ രാസപ്രക്രിയ, ഇതാണ് ജീവജാലങ്ങളിൽ വളർച്ചയ്ക്ക് സഹായിക്കുന്നത്. നയൻത് വേർഡ് പ്രപ്പോർഷൻ. എ പാർട്ട് ഓർ ഷെയർ ഓഫ് എ ഹോൾ. പ്രപ്പോർഷൻ എന്നാൽ അതിൻ്റെ മലയാളം അർത്ഥം അനുപാതം എന്നാണ്. അതായത് മൊത്തത്തിൽ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു പങ്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. 10th വേർഡ് അക്യൂട്ട്. Very serious or severe.
അക്യൂട്ട് എന്നതിൻ്റെ മലയാളം നിശിതം എന്നൊക്കെ പറയും. ഗുരുതരമായ, അതായത് ഗുരുതരമായ അല്ലെങ്കിൽ വളരെ ഗുരുതരമായത് എന്നാണ് ഇതിനർത്ഥം. ഇന്ന് നാം സയൻസിലെ കുറച്ച് ന്യൂ വേർഡ്സ് ആണ് നമ്മൾ പഠിച്ചത്. അത് എല്ലാവർക്കും പ്രയോജനമാകട്ടെ. പ്രത്യേകിച്ച് വീട്ടിലിരുന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അമ്മമാർക്ക് പ്രയോജനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. താങ്ക് യു.